to we are going to where we go ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ പോവണ്ടേ രാവിലെ തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തു. തമിഴ് ഇങ്ങനെ പോകണ്ടപ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വന്നു. അത് അവള് തന്നെ എനിക്ക് നോർത്ത് അൽബേനിയത്തെ ഫുഡ് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സിൽ ഒതുക്കി. ബിസ്ക്കറ്റാട്ടാ. അപ്പൊ ഫുള്ള് തൃശ്ശൂർ സ്ലാങ്ങിലാണ് ഇവര് ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നത്. ബിസ്ക്കറ്റാന്ന് തോന്നി, പക്ഷെ നൈസാണ്. അപ്പോൾ ഇവിടെ ഫുഡ് ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ വന്ന് വാങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം വിശപ്പ് ശരിയാവും. ഫ്രൂട്ട്സും മേടിച്ചു. അങ്ങനെ ഗൈസ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന മലയൊക്കെ കയറി ഹൈക്ക് ചെയ്യലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടെത്ത് ബ്ലൂ ഐ നോർത്തേൺ അൽബേനിയയിലാണ്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യാൻ 200 ലേക്കാണ് ചോദിക്കുന്നത്. UK അപേക്ഷിച്ച് വളരെ ചീപ്പാണ്. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഫുഡ് നമ്മൾ ഇവിടുന്ന് വാങ്ങി കഴിച്ചാൽ മാത്രം മതി. വിശന്ന് വലഞ്ഞെത്തിയപ്പോഴും ഇവിടെ ഈ ചീസിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു ഐസ്ക്രീമും 5 പേർക്ക് കൂടി ആ ഒരു ചീസിൻ്റെ സാധനവും മേടിച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹൈക്ക് ചെയ്യാനുള്ള എനർജി കയറ്റിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും റെഡിയാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലായിരുന്നു. നല്ല ചൂടാന്ന് ആൾക്കാർ പറഞ്ഞായിരുന്നു, പക്ഷെ ഇത്രയും ചൂടുണ്ടെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഫ്രൂട്ട്സും വെള്ളക്കുപ്പിയൊക്കെ കയ്യിൽ വെച്ചു, കാരണം ഇനി കയറുമ്പോൾ അവിടെ ഒന്നും ഇല്ലെങ്കിലോ. ഞാൻ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൈക്കിങ്ങിൻ്റെ റിയൽ സ്റ്റാർട്ട് പോയിന്റിലേക്കാണ്. സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ മാതാവിൻ്റെ രൂപവും കുരിശും അവിടെ ഉണ്ടായിരുന്നു. സമയം 2:22. ദൈവഭക്തിയോട് കൂടെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രയാണം ആരംഭിച്ചു. ആ മുന്നിലൂടെ പോകുന്നത് എൻ്റെ ഭർത്താവുണ്ട്. എന്നെ കണ്ടിട്ട് പരിചയം പോലും ഇല്ല. ഞാൻ എൻ്റെ തമ്മൂനെ കെട്ടി വലിച്ച് നടന്നുകൊണ്ടിരുന്നു. ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതായത് തമ്മൂൻ്റെ അവസ്ഥ ഇതാണ്. വയ്യ ചേച്ചി വയ്യ, 2 മിനിറ്റ് ഇതായോ എന്ന് പറഞ്ഞിട്ട് തമ്മു വരുന്നു. അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ കാണാണ്ടായിട്ടുണ്ടായിരുന്നു. ആളെ കണ്ടു കെട്ടി. പുള്ളിക്കാരൻ നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ 1 മിനിറ്റ് ഹൈക്ക് ചെയ്യുമ്പോഴേക്ക് 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ആ മല കയറിക്കൊണ്ടിരുന്നു. നോർത്തേൺ അൽബേനിയയിലെ ബ്ലൂ ഐയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു വാട്ടർഫോൾ ആണെന്നാണ് ബാസി പറഞ്ഞത്. എന്നാലും ആരുടെ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർഫോൾ കണ്ടുപിടിച്ചത്, ആരായിരിക്കും ഇത് ആദ്യം കണ്ടുപിടിച്ചത്, ആരായിരിക്കും ഈ വഴി കണ്ടുപിടിച്ചത് എന്നൊക്കെ ആലോചിച്ച് അവരെ കുറ്റം പറഞ്ഞും അവരെ അപ്രിഷ്യേറ്റ് ചെയ്തും ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. ഇതിനൊരു അവസാനമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. വഴിയിൽ കാണുന്നവരോടൊക്കെ ഇനി എത്ര ദൂരമുണ്ടെന്ന് ചോദിച്ച് ഞങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ നമുക്ക് സമാധാനമായോ, എത്തിയില്ലോ എന്ന് വിചാരിച്ച്. വെറും ആഗ്രഹം മാത്രമായിരുന്നു. സ്ഥലം എത്തിയിട്ടൊന്നുമില്ല, ഇനിയും പോകണം. ജസ്റ്റ് ഒരു റീഫ്രഷ്മെൻറ്റ് ഷോപ്പ് മാത്രമാണത്. എങ്കിലും ഈ ഒരു ഷോപ്പിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക്. നമ്മൾ എത്താറായ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും പാട്ടുപാടി തുടങ്ങി. പ്രണയം കഴുകുന്നു എന്നിൽ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം കഴുകുന്നു എന്നിൽ പുണരുന്നു രാഗസാന്ദ്രമാണീ പ്രണയം. പാട്ടൊക്കെ പാടി കഴിഞ്ഞു വന്നപ്പോഴാണ് നീല കളറിലുള്ള വെള്ളം കണ്ടത്. ഒരു നിമിഷം ഞങ്ങൾ ചിന്തിച്ചു, ദൈവമേ ഇതാണോ ബ്ലൂ ഐ? ഇത് കാണാനാണോ ഞങ്ങൾ ഈ വെയിലും മഴയൊക്കെ കൊണ്ടുവന്നതെന്ന്. അപ്പോഴാണ് അവിടെ ഒരു അമ്മച്ചി പറഞ്ഞത്, മക്കളെ ഇതല്ല ബ്ലൂ ഐ, കുറച്ചും കൂടി ദൂരം പോകണം ബ്ലൂ ഐയിലേക്ക് എത്താന്ന്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ബ്ലൂ ഐയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ബ്ലൂ ഐ ഓൾമോസ്റ്റ് എത്തി. ഫസ്റ്റ് ഒരു നമ്മളൊരു വാട്ടർ കാണും, അതല്ല 200 മീറ്ററും കൂടി പോയാലാണ് നമുക്ക് സ്ഥലം കിട്ടുക. പക്ഷേ ആദ്യത്തെ സംഭവം കണ്ടിട്ട് എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അടുത്തത് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. സമയം 3:35. 1 മണിക്കൂറും 10 മിനിറ്റാണ് നമുക്ക് ഹൈക്കിങ്ങിനായിട്ട് എടുത്ത സമയം. ഈ ഒരു ഹിഡൻ ചെമ്പ് ഫൗണ്ട് ചെയ്ത ആൾക്കൊരു ഹാൻഡ്സ് ഓഫ്. ഇത്രയ്ക്ക് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഒരു മല കയറി ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഫ്രീസിങ് വെള്ളത്തിലേക്കാണ് ഈ തമ്മുവിൻ്റെ ചാട്ടം. വേണ്ട എന്ന് പറഞ്ഞിട്ടും കൊച്ച് കേൾക്കുന്നില്ല. അങ്ങനെ ചാടി മരവിച്ച് കയറി വരികയാണ്. അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് തമ്മുവിന് പണ്ടേ ഇഷ്ടം. കൊച്ച് കുറച്ച് അധികം അഡ്വഞ്ചറസ് ആണ്. ശരീരം മുഴുവൻ കോച്ച് പിടിച്ചിട്ടാണ്. അമ്മേ അയ്യോ
ഗൈസ് നിങ്ങൾ ഇമാജിൻ ചെയ്യണം, ഈ വെള്ളത്തിലാണ് ഞാൻ ചാടിയത്. ഞാൻ ചാടിയത്. എന്താണ് പറയാനുള്ളത്? This is massively cold, guys. ഞങ്ങൾക്ക് ചാടി കുളിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല. This is massively cold, guys, cold. അതെ, -डिग्री ആണെന്ന് തോന്നുന്നു വെള്ളം. അത്രയും നമ്മൾ ചാടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മസിലും കാര്യങ്ങളൊക്കെ കൊത്തി പിടിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെച്ചു എന്നൊക്കെ പറയും. പക്ഷെ ചാടണം എന്നുള്ള ആഗ്രഹമുള്ള കാരണം ആള് ചാടി. ഒരു ചാട്ടം കഴിഞ്ഞപ്പോൾ ആവേശം കയറി വീണ്ടും ചാടി. ഈ വട്ടം ഞാൻ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ചാടണേ. എനിക്ക് മനസ്സിലാവണില്ല ഇത്രയും ഫ്രീസിങ് കോൾഡായിട്ടുള്ള വാട്ടറിൽ കൂടെ എങ്ങനെ നീന്തണമെന്ന്. എന്തായാലും ബാസിക്കൊരു സല്യൂട്ട്. എൻ്റെ കാല് പോലും ഒന്ന് മുക്കി വെക്കാനായിട്ട് എനിക്ക് ഈ വെള്ളത്തിൽ പറ്റുന്നുണ്ടായില്ല, അത്രയ്ക്കും തണുപ്പാണ്. ബാസി വീണ്ടും ചാടണ കണ്ടപ്പോൾ തമുവിന് വീണ്ടും ആഗ്രഹം. അപ്പോൾ തമു വീണ്ടും തുടങ്ങി. നീന്തലറിയാത്ത എനിക്ക് ഇതൊക്കെ കണ്ട് നിൽക്കാനേ പറ്റുള്ളൂ, വീഡിയോ എടുത്തു കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞപ്പോഴാണ് പ്രൊഫഷണൽ ഡൈവേഴ്സിൻ്റെ സാഹസം. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. അപ്പോൾ അവിടെ കുറേ വീഡിയോസും പിക്ചേഴ്സൊക്കെ കൊടുത്ത് നമ്മൾ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്യണം. 6:13 സമയം. നമുക്ക് ഇനി കയറിയ മല ഇറങ്ങണം. അങ്ങനെ നമ്മുടെ ഗ്യാങ് റെഡിയാണ്. നമ്മൾ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്തു. കയറി ഉഷാറൊന്നും ഇറങ്ങാനുണ്ടായില്ല. പിന്നെ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിലൊക്കെ കുരിശുണ്ട്. ദൈവഭയം ദൈവഭക്തിയൊക്കെ വേണമെന്ന് ഞങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ബ്ലൂ വൈയിലേക്കുള്ള മൗണ്ടെയിൻ ഞങ്ങൾ കയറി ഹൈക്കിംഗ് ഒക്കെ ഫിനിഷായി. ഓൺ ദ ബാക്കാണ്. ഹാഫ് ജേണി കഴിഞ്ഞു. എല്ലായിടത്തും നമ്മുടെ ക്രൈസ്റ്റ് ഉണ്ട്. ദൈവഭക്തിയൊക്കെ നല്ലതാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. എല്ലായിടത്തും ഇങ്ങനെ ഇടയിൽ കുരിശ് വെച്ചിട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ആ കാണുന്ന അടിയിൽ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇനിയിപ്പോൾ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എത്തുന്നുണ്ട്, ബട്ട് റിസ്കിയാണ്. ഇറങ്ങുമ്പോഴാണ് റിസ്ക്. ഞാനിപ്പോൾ തമൂന്ന് വിളിച്ചതിൻ്റെ റിപ്ലൈ ഒക്കെ എനിക്ക് കേൾക്കാനുണ്ട്. അവിടെ നിന്ന് വീഡിയോയിൽ സ്ലൈറ്റായിട്ട് കേൾക്കാനുണ്ട്. നമ്മൾ ഹൈക്കിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ശരിക്കും അരമണിക്കൂർ കൊണ്ട് നമ്മുടെ ട്രക്കിംഗ് വണ്ടികളൊക്കെ എത്തുന്ന റോഡ് സൈഡിൽ ഞങ്ങളെത്തി. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ ഭർത്താവ് ഇറങ്ങുമ്പോഴെങ്കിലും എൻ്റെ കൂടെ ഉണ്ട്. തമു എങ്ങോട്ടും ഇറങ്ങിപ്പോയി. ശ്രീലും ബാസിയും പതുക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞ വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ചുറ്റും മല, ഫുള്ള് മല. അതായത് നമ്മൾ 360 ഡിഗ്രി കറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് മല. അങ്ങനെ വഴി കണ്ടുപിടിച്ച് ഞങ്ങൾ ഇറങ്ങി. 1 മണിക്കൂർ തികച്ചെടുത്തില്ല. റിട്ടേൺ വന്നപ്പോൾ എവിടുന്നോ വഴി പാളി. അതുകൊണ്ടാണ് ഇത്ര നേരം എടുത്തത്. അങ്ങനെ ഹൈക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ റീഫ്രഷ്മെൻറ്റിനായിട്ട് ഒരു കോഫി കഴിച്ചു. വേറെ ഒന്നും അവിടെ ഉണ്ടായില്ല. നോർത്തിലെ ബ്ലൂ ആയി, സൗത്തിലുണ്ട്. എന്തായാലും നമ്മുടെ ഡേ 2 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ബ്ലൂറിലേക്കുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ആകെ കൂടി ഒരു പ്രശ്നം ഫുഡാണ്. എല്ലാവരുടെയും വയറ് ഡ്രൈ ആണ്. ഇന്ന് ഞങ്ങൾ എന്താണ് കഴിച്ചത്? ആപ്പിള് വിത്ത് പീനട്ട് ബട്ടർ. എന്താ തോന്നുന്നു കഴിച്ചത്? Oh guys, nothing we had. Apple, peanut, mukin. Rich girl. Very hungry still. 10 മണിയായി. എല്ലാവർക്കും വിശന്ന് ഗ്യാസൊക്കെ കയറി ടയേർഡാണ്. ഇന്നത്തെ സ്റ്റേ ഒന്നും ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. പുലർച്ചെയാവും നമ്മൾ ബ്ലോറിലെത്താനായിട്ട്. എനിവേ എന്തോ ഒരു ലക്ഷറി റെസ്റ്റോറൻ്റ് ആണ്. വിശന്നിട്ട് എന്തായാലും ഇതില് കയറണാർന്ന്. ഇന്ന് പൈസ ചെലവാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ കഴപ്പ്. നാളെ ഇഷ്ടമുള്ള ചേട്ടന്മാർക്ക് നമ്മുടെ ഫുഡ് ഗൂഗിളിൽ കാണിച്ചു കൊടുത്തിട്ട് ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും തായോ ചേട്ടാന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഈ സൂപ്പും ഈ സലാഡും ബ്രെഡും കൊണ്ട് തന്നത്.
സൂപ്പ് ഏതാണ്ട് കുറുമക്കറിയുടെ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബ്രെഡും കൂട്ടി അത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളൊരു സ്കീമിൽ ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഫ്ലോറിലേക്കുള്ള യാത്ര തുടങ്ങി. അതോടെ ഞങ്ങളുടെ നോർത്തേൺ അൽബേനിയ ജേണി ഇന്ന് അവസാനിക്കുകയാണ്.